ഹും. അവിടെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പോലും പ്രയാസമാണ്. മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം നടക്കുന്ന ആ സ്ഥലത്ത് ഒരു നെറ്റ്വർക്കിനും റേഞ്ചില്ല. അപ്പോൾ പിന്നെ അവിടെ വെച്ച് ഹെൻറി ഉല്ലാസിന് എങ്ങനെ ഫോൺ ചെയ്യും? ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിന് മുന്നിൽ നിൽക്കുന്ന അക്രമി സംഘത്തെ അതിനും മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, അവിടെ നിന്ന് ഹെൻറി ഓടി രക്ഷപ്പെട്ടാലും അക്രമി സംഘം സമീപം കിടക്കുന്ന ഹെൻറിയുടെ കാറിനെ എയിം ചെയ്തിരിക്കും. പിന്നെങ്ങനെയാ ഹെൻറി കുറച്ചു സമയം കഴിഞ്ഞ് കാറുമായി ഉല്ലാസിനെ തിരക്കി പോവുക? കുറച്ചു മാറി ഇരുവശങ്ങളിലുമായിട്ടുള്ള പ്രൈവറ്റ് ബാങ്കിന്റെയും റബ്ബർ പ്ലാന്റേഷന്റെയും CC ക്യാമറകളിൽ അക്രമി സംഘം വന്നു എന്ന് പറയുന്ന ജീപ്പിന്റെ ഫുട്ടേജ് ഒന്നും പതിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഹെൻറിയുടെ കാറ് പലപ്പോഴായി അതുവഴി പോയിട്ടുമുണ്ട്. അതിനർത്ഥം അങ്ങനെ ഒരു ജീപ്പ് ആ പ്രദേശത്ത് വന്നിട്ടേയില്ല. ഇന്ന് രാവിലെ ആ ടീമിലെ ആരെയെങ്കിലും കണ്ടാൽ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഹെൻറിയുടെ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചതാണ്. ഹെൻറിയെ ട്രേസ് ചെയ്ത ആളെ കണ്ടാൽ തിരിച്ചറിയാവുന്നല്ലേ പറഞ്ഞു. അതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഇതെല്ലാം ഹെൻറി ക്രിയേറ്റ് ചെയ്തൊരു ഇൻസിഡന്റ് മാത്രമാണ്. ഹീ ഈസ് എ ബോൺ ക്രിമിനൽ, അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്ത ഒരാൾ. ബട്ട് വൈ? സാർ ഇതെന്തൊക്കെയാ പറയുന്നേ? അവന് ഞങ്ങളെ അപകടപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാ? I don't said that both of you. It's not you, Nayana. I think it's Ullas. Ullas is the victim. സാർ, ഹെൻറി വിളിച്ചിട്ടാ ഉല്ലാസ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ഹെൻറി വിളിച്ചിരുന്നു. വണ്ടിയുടെ ടയർ പഞ്ചറായിരുന്നു. അയ്യോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. പെട്ടെന്ന് വരണേ. ഓക്കെ. സാർ, നോട്ട് റീച്ചബിൾ. ഒരു വർഷം. അവൾ എന്നെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം. ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി. ഐ റിയലി മിസ് ഹർ. എന്തുവാടേ ഇത്? ഒരു തെറ്റും ചെയ്യാത്ത അവൾ എന്തിനാടാ